ഹലോ, എല്ലാവർക്കും എക്സ്ക്ലൂസീവ്ലി ആർദ്രം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ് ഫോർ ദി തിയറി ഓഫ് എവറിത്തിങ് എന്ന പാഠഭാഗത്തെ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ ഒന്ന് തന്നെ പ്ലീസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഡൗട്ട്സിനെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. Question number 1. How did Hawking startle the audience? എങ്ങനെയാണ് തൻ്റെ കാണികളെ ഞെട്ടിച്ചത് Hawking started the audience by stating that the end for theoretical physics is in sight. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്? ഇത് തിയറിറ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനമാണോ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തുടങ്ങിയത്. He then invited them to join him in a sensational escape through time and space to find the holy grail of science. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തൻ്റെ ചുറ്റിനുള്ള ആൾക്കാരെ ക്ഷണിക്കുകയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. നമുക്കിനി ഈ പവിത്രമായ ഈ സയൻസിനെ പറ്റി നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സയൻസിനെ എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ യൂണിവേഴ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ സയൻസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 2. Stephen Hawking did not appear to be a promising choice to lead any adventure. Why? ഒരു സാഹസികത നിറഞ്ഞ സംരംഭത്തെ നയിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയായല്ല സ്റ്റീഫൻ ഹോക്കിങ്സിനെ കാണപ്പെട്ടത്. എന്തുകൊണ്ട്? Stephen Hawking was wheelchair born and his lecture was read out by one of his students. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിംഗ് വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ലെക്ചർ ആരാണ് വായിച്ചത്? ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് വായിച്ചത്. Thus, judging by appearance alone, Hawking didn't seem to be a promising choice to lead any adventure. അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം വലിയ കാര്യമൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് തോന്നും. അപ്പം ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ കാണികൾ കാണുമ്പോൾ ഇദ്ദേഹം വലിയ സാഹസികതയായിട്ടുള്ളൊരു കാര്യമൊന്നും ചെയ്യില്ല എന്ന് അവർക്ക് തോന്നിയത് അപ്പിയറൻസ് കാണുമ്പോൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 3. Can a person be judged by appearance alone? Justify your response. കാഴ്ച കൊണ്ട് മാത്രം ഒരാളെ വിലയിരുത്താനാകുമോ? നിങ്ങളുടെ അഭിപ്രായം പറയുക. എ പേഴ്സൺ കനോട്ട് ബി ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് അലോൺ. അല്ലേ? ഒരാൾ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ സ്വഭാവം മനസ്സിലാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഒരാളെ കണ്ടിട്ടല്ല അവളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കേണ്ടത്. ഫോർ ഇൻസ്റ്റൻസ്, വി ഓൾ അഡ്മയർ അബ്രഹാം ലിങ്കൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അബ്രഹാം ലിങ്കൺ എല്ലാവർക്കും അറിയാം അല്ലേ? ബട്ട് ഫിസിക്കലി വാസ് നോട്ട് ഹാൻസം പേഴ്സൺ. എന്ന് വെച്ചാൽ എന്താ, ഇദ്ദേഹം വലിയ ഹാൻസം ഒന്നും ആയിരുന്നില്ല, എന്നാലും ഇദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. ഹെലൻ കെലർ വാസ് ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ഹാസ് വോൺ എവ്രി വോൺസ് അഡ്മിറേഷൻ. അല്ലേ? ഹെലൻ കെലർ എന്തായിരുന്നു? ഡെഫായിരുന്നു, അതുപോലെ തന്നെ ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല, എന്നാലും ഹെലൻ കെല്ലറിനെ എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്കൊരു ഇൻസ്പിറേഷനായിട്ടാണ് ഹെലൻ കെല്ലറിനെ നമുക്ക് തോന്നാറ്. There are dozens of such examples. ഇതുപോലത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. If we have judged Stephen Hawking by appearance alone, the world would have lost the services of that great genius. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ അപ്പിയറൻസ്, പുറത്ത് കാണുന്ന ഈ ഭംഗിയെ മാത്രമാണ് നമ്മൾ നോക്കിയതെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഇത്ര വലിയ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇപ്പം നമുക്ക് ലഭിക്കില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരാളുടെ പുറത്തത്തെ ഭംഗി മാത്രം കണ്ടിട്ടല്ല അവരുടെ സ്വഭാവം നിശ്ചയിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു ലേൺ അബൌട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ചൈൽഡ്ഹുഡ്? അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ബോൺ ടു ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. എന്ന് വെച്ചാൽ എന്താ? ഫ്രാങ്കിനും ഇസബൽ ഹോക്കിങ്ങിനും ജനിച്ച കുട്ടി. സ്റ്റീഫൻ വാസ് ഗീവൻ എ ഗുഡ് എഡ്യൂക്കേഷൻ ബൈ ഹിസ് പാരൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിന് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും. അവർക്ക് അത്ര പൈസ ഇല്ലെങ്കിലും ഒരു എഡ്യൂക്കേഷനിലാണ് വാല്യൂ കൊടുത്തത്. ബൈ ദ ടൈം ഹി വാസ് 8, ഹി എയിംഡ് അറ്റ് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു 8 വയസ്സൊക്കെ ആയപ്പോൾ ഇവന് എന്താവണം എന്നായിരുന്നു ആഗ്രഹം? ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ആസ് എ സ്റ്റുഡൻറ്റ് ഹി വാസ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ചെറുപ്പകാലത്ത് ഇവൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നല്ലോ, ഒരു ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ് ആയിരുന്നു. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്. എന്ന് വെച്ചാൽ എന്താ? വളരെ സ്ലോ ആയിരുന്നു വായിക്കാനൊക്കെയും. ആൻഡ് ഹിസ് ഹാൻഡ് റൈറ്റിംഗ് വാസ് ഹൊറിബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ ഹൊറിബിളായിരുന്നു.
ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വലിയ റാങ്ക് ഏറ്റവും അടിയിലാണ് ഇപ്പോഴും കിടക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ഹോക്കിങ്സ് ലൈഫ് അറ്റ് ഓക്സ്ഫോർഡ്. ഹോക്കിങ്ങിൻ്റെ ഓക്സ്ഫോർഡിലെ ജീവിതം എപ്രകാരമായിരുന്നു? ആൻസർ, in 1959 Hawking joined the University College in Oxford to study natural science and to specialize in physics. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1959 ഓക്സ്ഫോർഡിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ജോയിൻ ചെയ്തു. എന്ത് പഠിക്കാനാണ്? നാച്ചുറൽ സയൻസും ഫിസിക്സും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹി ഫെൽറ്റ് ലോൺലി ആൻഡ് ബോർഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 1.5 year അറ്റ് ദ കോളേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ ഒരു 1.5 വർഷമൊക്കെയും ഈ കുട്ടിയെ വളരെ ലോൺലി, ഒറ്റപ്പെടലായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ, വളരെ ബോറിംഗ് ആയിരുന്നു. ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗൻ ടു എൻജോയ് ഹിസ് സ്റ്റഡീസ്. അപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷമായപ്പോൾ ഇവന് ഇഷ്ടപ്പെട്ടു തുടങ്ങി പഠിക്കാനൊക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഒപ്പീനിയൻ ഡിഡ് ഹോക്കിങ്സ് പിയേഴ്സ് അറ്റ് ഓക്സ്ഫോർഡ് ഹാവ് അബൌട്ട് ഹിം? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹോക്കിങ്ങിൻ്റെ ഓക്സ്ഫോർഡിലെ സഹപ്രവർത്തകർക്ക് ഉണ്ടായിരുന്ന അഭിപ്രായം എന്തായിരുന്നു? ഹോക്കിങ്ങിനെ കുറിച്ച് തൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്തായിരുന്നു അഭിപ്രായം? ഹി വാസ് എ പോപ്പുലർ സ്റ്റുഡൻറ്റ് ആൻഡ് വാസ് വെൽ ആക്സെപ്റ്റഡ് ബൈ ഹിസ് പിയേഴ്സ്. എന്ന് വെച്ചാൽ എന്താ, എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താ, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇവനെ ഇഷ്ടമായിരുന്നു. ഹി വാസ് എ ലൈവ്ലി ബോയൻറ്റ് ആൻഡ് അഡാപ്റ്റബിൾ പേഴ്സൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വളരെ ആക്റ്റീവ്. ലൈവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വളരെ ആക്റ്റീവാണ്. ബോയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിയർഫുള്ളാണ് അവൻ. ആൻഡ് അഡാപ്റ്റബിൾ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ഇവൻ. ഹി യൂസ്ഡ് ടു വിയർ ഹിസ് ഹെയർ ലോങ്. എന്ന് വെച്ചാൽ എന്താ, മുടിയൊക്കെ വളർത്തിയിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. ഹി വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. എന്ന് വെച്ചാൽ നല്ല വിറ്റ് പറയുന്ന ഒരാളാണ്. ഹി ലൈക്ഡ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ മ്യൂസിക്കും സയൻസ് ഫിക്ഷനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഹി വാസ് ഓൾസോ വെരി ഫോണ്ട് ഓഫ് സ്പോർട്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സ്പോർട്സിന് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹോക്കിങ്ങിനെ കുറിച്ച് തൻ്റെ സ്റ്റുഡൻസ് പറയാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടെ. ഇനി cite an example to prove that Stephen Hawking was sharp-witted. Did his wit help him in any way? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലേ സ്റ്റീഫൻ ഹോക്കിങ് നല്ല വിറ്റ് പറയുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ പ്രൂവ് ചെയ്യുന്ന വല്ലൊരു സിറ്റുവേഷൻ ഉണ്ടോ? അപ്പോൾ നമ്മളോട് ആ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറയാനാണ് പറയുന്നത്. When Stephen Hawking applied to do a PhD at Cambridge, he was offered a chance on the condition that he got a first from Oxford. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റീഫൻ ഹോക്കിംഗ് PhDക്ക് വേണ്ടി അപ്ലൈ ചെയ്തു കാംബ്രിഡ്ജിൽ. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ, PhDക്ക് കാംബ്രിഡ്ജിൽ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ആവണം. But when the result came, Hawking ended upon the borderline between the first and the second. പക്ഷെ എന്താ, എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ എന്താ, ഫസ്റ്റ് കിട്ടിയാൽ മാത്രമാണ് PhDക്ക് പഠിക്കാൻ പറ്റുള്ളൂ കാംബ്രിഡ്ജിൽ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്താണ്, ഫസ്റ്റിനും സെക്കൻഡിനും ഇടയിലുള്ള ഒരു മാർക്കായിരുന്നു കിട്ടിയത്. Faced with the borderline result, the examiner summoned Hawking for an interview and questioned him about his plans. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്ക് കണ്ടപ്പോൾ ആ എക്സാമിനേഴ്സ്, ആ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആൾക്കാർ ഇവൻ്റെ ഈ മാർക്ക് കണ്ടപ്പോൾ അവനൊന്ന് വിളിച്ചു. സമ്മണ്ട് എന്ന് വെച്ചാൽ എന്താ, വിളിച്ചു. എന്തിന്, ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വിളിച്ചു, ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ഭാവി പരിപാടികൾ എന്നൊക്കെ ചോദിച്ചു. ഹോക്കിംഗ് മെയ്ഡ് എ വിറ്റി റിമാർക്ക്. അപ്പോൾ എന്താണ് ഹോക്കിംഗ് പറഞ്ഞത്? ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൾ ഗോ ടു കാംബ്രിഡ്ജ്. If I receive a second, I will remain at Oxford. So I expect that you will give me a first. This witty remark helped him get his first and he went to Cambridge. എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ എക്സാമിനേഴ്സ് ചോദിച്ചു, ഇനി എന്താ നിൻ്റെ ഭാവി പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്, എനിക്കിപ്പോൾ ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാംബ്രിഡ്ജിൽ പോവും, ഇപ്പോൾ എനിക്ക് സെക്കൻഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ പഠിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങളെനിക്ക് ഫസ്റ്റ് തന്നെ തരും, അപ്പം ഞാൻ കാംബ്രിഡ്ജിൽ തന്നെ പഠിക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു വിറ്റായിട്ടുള്ളൊരു റിപ്ലൈ ആണ് ഈ കുട്ടി കൊടുത്തത്. അപ്പോൾ എന്താ, അത് എക്സാമിനേഴ്സിന് ഇഷ്ടമായി. അപ്പോൾ എക്സാമിനേഴ്സ് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഫസ്റ്റ് തന്നെ കൊടുത്തു. സ്റ്റീഫൻസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓക്സ്ഫോർഡിൽ പഠിച്ചതിനെക്കാട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാംബ്രിഡ്ജിൽ പഠിക്കാൻ. എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഹി ഡിഡ്ന്റ് എൻജോയ് ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് ബിക്കോസ് ഹിസ് സ്ലിപ്ഷോട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവന് ഇഷ്ടപ്പെടാണ്ടിരുന്നത്? കാരണം അവൻ്റെ അച്ഛന് മാത്സ് പഠിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അല്ലേ, അതുകൊണ്ട് അവനും മാത്സ് അപ്പം തന്നെ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് കാംബ്രിഡ്ജിൽ മാത്സ് ആയിരുന്നു മെയിനായിട്ട് എടുക്കണ്ടായിരുന്നത്. അപ്പോൾ മാത്സ് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആസ് എ റിസൾട്ട് ഹി ഫൗണ്ട് ജനറലി റിലേറ്റീവ്ലി എക്സ്ട്രീംലി റഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ റിസൾട്ട് ഹി ഫൗണ്ട് റിലേറ്റീവ്ലി എക്സ്ട്രീംലി ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലായിട്ട് എല്ലാവർക്കും അറിയുന്ന കുഞ്ഞ കാര്യം പോലും അവനെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് അവന് കാംബ്രിഡ്ജ് ആദ്യത്തെ കൊല്ലമൊക്കെ വളരെ വേഴ്സായി ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. How did tragedy strike Hawkins shortly after his 21st birthday? എന്ന് വെച്ച് കഴിഞ്ഞാൽ 21-ാം വയസ്സ് കഴിഞ്ഞിട്ട് എന്തൊക്കെ ട്രാജഡിയാണ് അവൻ്റെ ഉണ്ടായത്, എന്തൊക്കെ ട്രാജഡിയാണ് വന്നു ചേർന്നത്. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st birthday in 1963, Hawking contracted a rare disease named amyotrophic lateral sclerosis. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 1963 23 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു റയർ ഡിസീസ് അവന് വന്ന് ചേർന്നു. എന്താണ് ഡിസീസിൻ്റെ പേര്? ആംബിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസ് വന്ന് ചേർന്നു. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അസുഖത്തിന് മരുന്നുകളും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ദിസ് ഡിസീസ് ലെഡ് ടു എ ഗ്രാജുവൽ ഡിസ്റ്റിഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെർവ് സെല്ലിൻ്റെയും സ്പൈനൽ കോഡിലും പതുക്കെ നശിച്ചു വരാം. ഇതാണ് ആംബിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലോസിസ് എന്ന് പറഞ്ഞ രോഗം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? നെർവ് സെല്ലും സ്പൈനൽ കോഡും ഇത് രണ്ടാണ് ബ്രെയിനെ കണക്ട് ചെയ്തിട്ടുള്ള സാധനമല്ല. ഇത് പതുക്കെ ഗ്രാജുവലായിട്ട് നശിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇങ്ങനത്തെ ഒരു അസുഖമാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് വന്നു ചേർന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് കെയിം ഓവർ ഹോക്കിംഗ് ആഫ്റ്റർ ദ ഡയഗ്നോസിസ് ഓഫ് ദ ഡിസീസ്? രോഗം കണ്ടുപിടിച്ചപ്പോൾ ഹോക്കിങ്ങിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്കിതിൻ്റെ ആൻസറിലോട്ട് പോവാം. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. ആദ്യം തന്നെ ഈ അസുഖം അറിഞ്ഞപ്പോൾ അവന് വളരെ ഡിപ്രഷനിലോട്ടാണ് പോയത്. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ഓൺ ടു ഡു ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക് എന്ന് വെച്ചാൽ ഇവനൊരു എത്തും പിടിയും കിട്ടില്ല, എന്തായിരിക്കും ഇവൻ്റെ ഭാവി എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഹി കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഹി ഡ്രീംഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. പിന്നെ ഹോസ്പിറ്റലിൽ രണ്ടാമത്തെ ടെസ്റ്റ് പോയി തിരിച്ചു വരുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 2 വർഷം കൂടി ഇവൻ ജീവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ എന്താ വിചാരിച്ചു? ഇവനെ എക്സിക്യൂട്ട് എന്ന് വെച്ചാൽ മരിക്കുക. He suddenly realized that there was a lot of worthwhile thing to do if he were deprived. പിന്നെ ഇവൻ എന്താണ് മനസ്സിലായത്? ഇനി അഥവാ ഇവൻ ജീവിക്കുകയാണ്, ഇവൻ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടെന്നൊക്കെ ഇവനെ പതുക്കെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും കൂടി തുടങ്ങി. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. What trait of Hawking's character do you not hear after reading about his recurring dream of sacrificing his life to save others? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇദ്ദേഹം മറ്റുള്ളവരൊക്കെ സഹായിക്കുക, മരിക്കുന്നതിനെക്കാട്ടും മുമ്പ് കുറേ ആൾക്കാരെ സഹായിച്ചിട്ട് വേണം മരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് പറയുമ്പോൾ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഹോക്കിങ്ങിന് ഉണ്ടായതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഹോക്കിംഗ് യൂസ്ഡ് ടു ഹാവ് എ റിക്കറിങ് ഡ്രീം ഓഫ് സാക്രിഫൈസിങ് ഹിസ് ലൈഫ് ടു സേവ് അതേഴ്സ് അല്ലേ? നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്ത് ഹോക്കിങ്ങിന് വേറൊരു ഡ്രീം എന്തായിരുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് വേണം മരിക്കാൻ. ദിസ് ഡ്രീം ഇൻഡിക്കേറ്റ്സ് ഹിസ് ജനറസ് നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ തന്നെ ഇദ്ദേഹം വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവാം? ഇദ്ദേഹം വളരെ ജനറസ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും വാരി കോരി കൊടുക്കുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഫ് ഹി വർ ഗോയിങ് ടു ഡൈ ഹി വുഡ് ആസ് വെൽ ഡു സം ഗുഡ് ടു ഹെൽപ്പ് അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അഥവാ ഇദ്ദേഹം മരിക്കുക എന്ന് വിചാരിക്കുകയും ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ തൻ്റെ ജീവൻ വരെ സാക്രിഫൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്തിട്ടായിരിക്കും ഇദ്ദേഹം മരിക്കുക എന്നൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് വാസ് ജെയിൻസ് ഇംപ്രഷൻ ഓഫ് ഹോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജെയിന് ആദ്യം ഹോക്കിങ്ങിനെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ജെയിൻ ഫെൽ ദാറ്റ് ഹോക്കിംഗ് വാസ് ടെറിബിളി ഇൻ്റലിജൻറ്റ്, എസെൻട്രിക് ആൻഡ് റാദർ അറഗൻറ്റ്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? വളരെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാന്ന് തോന്നി, നല്ല എസെൻട്രിക് എന്ന് വെച്ചാൽ നല്ല സ്ട്രേഞ്ച് ബിഹേവിയർ ആയിട്ടുള്ള ഒരു കുട്ടിയാന്ന് തോന്നി, ആൻഡ് റാദർ അറഗൻറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് തോന്നി. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷി ലൈക്ക്ഡ് ഹിസ് വിറ്റ്. അവൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ നല്ല വിറ്റ് പറയുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലായി. ഇതാണ് ജെയിന് ഹോക്കിങ്ങിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തോന്നിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
റൈറ്റ് എ നോട്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് ജെയിൻ. അപ്പോൾ ജെയിൻ്റെ ക്യാരക്ടറെ കുറിച്ചൊരു നോട്ട് എഴുതാൻ. ജസ്റ്റ് ഒന്ന് പറയാം. ജെയിൻ വാസ് എ ഷൈ, വളരെ ഷൈ ആയിട്ട് നാണക്കാരായിരുന്നു. ബട്ട് സീരിയസ് മൈൻഡ്, അത് സീരിയസ് ആയിട്ടുള്ള മൈൻഡുള്ള ഒരു കുട്ടിയായിരുന്നു. ഷീ ഹാഡ് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഇൻഗ്രീൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹെർ മദർ. എന്ന് വെച്ചാൽ എന്താ, അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു വിശ്വാസമാണ്, ദൈവത്തിനോടുള്ള വിശ്വാസം. ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. പിന്നെ ഈ കുട്ടിക്ക് ഒരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം എങ്ങനെയെങ്കിലും ഒരാളെ സഹായിച്ചിരിക്കും. അങ്ങനത്തെ ഒരു ശുഭാപ്തി വിശ്വാസം കൂടി ഉള്ളൊരു കുട്ടിയായിരുന്നു ജെയിൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. ഹൗ ഡിഡ് ജെയിൻസ് ഒപ്റ്റിമിസം ഇൻഫ്ലുവൻസ് ഹോക്കിംഗ്? ജെയിൻ്റെ ഈ ഒരു സ്വഭാവമില്ലേ, ദൈവത്തിനോടുള്ള ഈ വിശ്വാസം, അതെങ്ങനെയാണോ ഹോക്കിങ്ങിനെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്തത്? ഹോക്കിംഗ് അഡ്മയർഡ് ജെയിൻസ് ഒപ്റ്റിമിസം ആൻഡ് ദേ ഫെൽറ്റ് ദാറ്റ് ടുഗദർ ദേ കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹോക്കിംഗ് ഈ കുട്ടീൻ്റെ ഒപ്പം നല്ല ശുഭാപ്തി വിശ്വാസമൊക്കെ വരാൻ തുടങ്ങി, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവാനും തുടങ്ങി അല്ലേ. പിന്നെ അവർ രണ്ടുപേരും എന്താണ് ചിന്തിച്ചത്, അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അവർ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായത്, ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കേസ്, വൺ ഓഫ് ദ കോളേജ് ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജിൽ റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പതുക്കെ ഓരോ നല്ല കാര്യം ചെയ്യാനും നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് തുടങ്ങി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Is Stephen Hawking really a great mind on par with the likes of Einstein and Newton? Justify your answer. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയിൻസ്റ്റൺ ന്യൂട്ടൻ്റെ പോലെയൊക്കെയുള്ള ഒരാളായിരുന്നോ സ്റ്റീഫൻ ഹോക്കിംഗ്? ഹോക്കിംഗ് യൂസ്ഡ് ടു ആസ്ക് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനിട്രേറ്റിംഗ് ക്വസ്റ്റ്യൻ ടു ഈവൻ ദ മോസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് സയൻറ്റിസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോക്കിംഗ് എന്തെങ്കിലും ഒരു സെമിനാർ നടക്കുകയാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചും എന്തൊരു കാര്യത്തിൻ്റെ ഉള്ളിലോ ചെന്ന് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും എന്തൊരു കാര്യം ചോദിക്കുക. ഹി ക്ലിയർലി ന്യൂ വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. ഇദ്ദേഹം എന്തിനെ കുറിച്ചാണ് വർത്തമാനം പറയുന്നത് വരെ ഇദ്ദേഹത്തിന് അറിയാം. അറിഞ്ഞുകൊണ്ടായിരിക്കും ഇദ്ദേഹം എല്ലാ ചോദ്യങ്ങളും ചോദിക്കുക. ഫോർ ദിസ് റീസൺ ഹി വാസ് കൺസിഡേർഡ് എ ജീനിയസ് ലൈക്ക് എയിൻസ്റ്റൺ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് എയിൻസ്റ്റൻ്റെ പോലെ അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ പോലെയൊക്കെയുള്ള ഒരാളാണ് അവർക്ക് തോന്നാൻ കാരണം. ലിസ്റ്റ് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഡീൽസ് വിത്ത് ഇൻ ഹോക്കിങ്സ് ബുക്ക്. അപ്പോൾ ഹോക്കിങ്ങിൻ്റെ ബുക്കിലുണ്ടായിരുന്ന കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുകയാണ്. ഇൻ ഹിസ് ബുക്ക് ഹോക്കിംഗ് ഡീൽ വിത്ത് ക്വസ്റ്റ്യൻസ് ലൈക്ക് വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? എവിടെ നിന്നാണ് ഈ യൂണിവേഴ്സ് വന്നത്? ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? കുറേ തരം യൂണിവേഴ്സ് ഉണ്ടോ, അതിന് വല്ല ബൗണ്ടറീസ് ഉണ്ടോ? വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്? ഈ യൂണിവേഴ്സ് എപ്പോഴെങ്കിലും അവസാനിക്കൂ? ഈഫ് സോ ഹൗ? അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ അത് എങ്ങനെ? ഈസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? ഇതിനൊരു തിയറി ഉണ്ടോ? ഈസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം? ഈ ടൈം എപ്പോഴും സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയോ? കുഡ് ടൈം റൺ ബാക്ക്? ഈ സമയമൊക്കെ തിരിച്ചു പോകുമോ? ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. അപ്പോൾ എന്തിനാണ് ബുക്ക് എഴുതിയത്? ഈ സയൻറ്റിസ്റ്റ് അല്ലാത്ത ആൾക്കാർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ബുക്ക് എഴുതിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് കുഡ് ഹാവ് ബീൻ ദ മിസ്ഗിവിങ്സ് ഓഫ് ജെയിൻ? അപ്പോൾ ജെയിൻ ഉണ്ടായിരുന്ന ഡൗട്ട്സ് എന്തൊക്കെയായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചിട്ട്? ജെയിൻ വാസ് വറീഡ് അബൌട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ഹെൽത്ത്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഹെൽത്തിനെ കുറിച്ചായിരുന്നു മെയിൻ ആയിട്ടുള്ള ഡൗട്ട്. ഹി കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ് ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സാധാരണ മനുഷ്യരുടെ പോലെ മൂക്കുകൊണ്ടോ വായുകൊണ്ടോ ശ്വസിക്കാൻ പറ്റില്ല. കഴുത്തിൻ്റെ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വഴി കൂടെ മാത്രമാണ് ഇദ്ദേഹത്തിന് ശ്വസിക്കാൻ കഴിയുള്ളൂ. ഇൻഫാക്ട് ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലിക്ക് ഫോർ ഹിം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചറിലോട്ട് നോക്കുമ്പോൾ, ഭാവിയിലോട്ട് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാവിയായിട്ടാണ് ജെയിന് തോന്നുന്നത്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ കുഡ് ഹി ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ് ആഫ്റ്റർ ദ ട്രക്യൂട്ടോമി ഓപ്പറേഷൻ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടന്നു നമുക്കറിയാലോ. എന്നിട്ട് ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? Walt Wurtzow, a computer expert in California, sent him a program he had developed called the Equalizer, which allowed Hawking to select words from the screen. എന്ന് വെച്ചാൽ എന്താ, വാൾട്ട് വോട്ട്സോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, കാലിഫോർണിയയിലുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായി നിർമ്മിച്ച ഒരു പ്രോഗ്രാം സ്റ്റീഫൻ ഹോക്കിങ്ങിന് അയച്ചു കൊടുത്തു. പ്രോഗ്രാമിൻ്റെ പേര് എന്താണ്? ഇക്വലൈസർ. അപ്പോൾ ഈ ഇക്വലൈസർ എന്ന പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കണ്ണുകൊണ്ടും പിറകുകൊണ്ടും ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ ഓരോരോ ലെറ്റേഴ്സ് സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് വാൾട്ട് വോട്ട്സോ ഉണ്ടാക്കി കൊടുത്തത്. ദിസ് പ്രോഗ്രാം ഹെൽപ്ഡ് ഹിം ടു ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ് ആഫ്റ്റർ ദ ട്രക്യൂട്ടോമി ഓപ്പറേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിങ് ഒന്ന്
ആശ്വാസമായത്. അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു വിചാരം ഉണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് ഈ ബുക്ക് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് പോകാം. മെൻഷൻ സം ഓഫ് ദ യുണീക്ക് ഐഡിയാസ് ആൻഡ് പാരഡോക്സസ് പുട്ട് ഫോർഡ് ബൈ സ്റ്റീഫൻ ഹോക്കിങ്. സ്റ്റീഫൻ ഹോക്കിങ് ഒരു പുതിയ ബുക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞോളൂ. ആ ബുക്കിൽ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള പാരഡോക്സസ് എന്തായിരുന്നു? പാരഡോക്സസ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നമ്മൾ പറയാൻ വരുന്ന കാര്യത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. ഹിയർ ആർ സം സാമ്പിൾസ് ഓഫ് ദ യുണീക്ക് ഐഡിയാസ് ആൻഡ് പാരഡോക്സസ് പുട്ട് ഫോർഡ് ബൈ സ്റ്റീഫൻ ഹോക്കിങ്. ഇതിൽ എല്ലായിടത്തും പറയുന്നില്ല, ഒരു സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. Things are often not what they seem and pieces that aren't to fit together refuse to do so. അല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല കാര്യങ്ങൾ. നമ്മൾ ഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഫിറ്റ് ആവില്ല. ബിഗിനിങ് മേ ബി എൻഡിങ്സ് എന്ന് വെച്ചാൽ എന്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും അതിനൊരു എൻഡിങ് ഉണ്ടാവും. ക്രൂവൽ സർക്കംസ്റ്റൻസ് can lead to happiness but fame and success may not bring happiness. അല്ലേ, ക്രൂവൽ സർക്കംസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഇപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് ഏതെങ്കിലും ഒരു വഴി കൂടെ പോവുകയാണെങ്കിൽ അവസാനം നമുക്ക് സന്തോഷം വരുത്തും. ബട്ട് ഫെയിം ആൻഡ് സക്സസ് മെ നോട്ട് ബ്രിങ് ഹാപ്പിനെസ്. അല്ലേ, ചിലപ്പോൾ ഈ ഇത്ര നല്ല സന്തോഷം നമ്മൾ സക്സസ് ആകും, നമ്മൾ വിജയിക്കുമ്പോൾ അങ്ങനത്തെ ഒരു നല്ല സന്തോഷം നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. ടു ഗ്രേറ്റ് സയൻറ്റിഫിക് തിയറീസ് ടേക്കൺ ടുഗദർ സീം ടു ഗിവ് അസ് നോൺസെൻസ് എന്ന് വെച്ചാൽ രണ്ട് ഗ്രേറ്റ് ആയിട്ടുള്ള രണ്ട് തിയറീസ് ഒരുമിച്ച് കൊണ്ടുവന്നാൽ നോൺസെൻസ് ആയിരിക്കും നമുക്ക് കിട്ടാം. എംപ്റ്റി സ്പേസ് ഈസൻറ്റ് എംപ്റ്റി. എംപ്റ്റി ആയിട്ട് നമുക്ക് തോന്നുന്ന സ്പേസ് എംപ്റ്റി ആവില്ല. ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് ബ്ലാക്ക് ആയിട്ട് തോന്നുന്ന ഹോൾസ് ബ്ലാക്ക് അല്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് വാസ് ഹോക്കിങ്സ് ആറ്റിറ്റ്യൂഡ് ടു ഹിസ് ഡിസബിലിറ്റി? ഹൗ ഡിഡ് യു എസ്റ്റിമേറ്റ് ഇൻ ഹിസ് വൈഡ് സോഷ്യൽ കണ്ടസ്റ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹോക്കിങ്ങിന് ഇങ്ങനത്തെ ഒരു അസുഖം വന്നു. അപ്പോൾ ഹോക്കിങ്ങിന് എങ്ങനെയാണ് ഈ ഒരു അസുഖത്തെ കാണുന്നത്? ഹോക്കിങ് ചൂസസ് ടു ഇഗ്നോർ ഹിസ് ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് ഹി എക്സ്പെക്ട് അതേഴ്സ് ടു അഡാപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. ഹോക്കിങ്ങിന് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് അത് വലിയ കാര്യമായിട്ടല്ല ഹോക്കിങ് കാണുന്നത്. അതിനൊക്കെ ഇഗ്നോർ ചെയ്യാം, അതിനൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നിങ്ങൾക്കും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കൈ ഒടിഞ്ഞു എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ സക്സസ്സിലൂടെ എങ്ങനെയും എത്താൻ നോക്കുക. ഹോക്കിങ് ഹാഡ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ആൻഡ് പ്രൂവ്ഡ് ഹിംസെൽഫ് ടു ബി എ ബ്രൈറ്റ് സ്റ്റാർ ഇൻ ദ വേൾഡ് ഓഫ് ഫിസിക്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രിപ്ലിംഗ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു അസുഖത്തെ മറികടന്നിട്ട് ഇദ്ദേഹം എന്തായി, ഫിസിക്സിലത്തെ ഒരു ബ്രൈറ്റനിങ് സ്റ്റാറായി മാറി അല്ലേ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലാസ് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പെടുത്താണെന്നുള്ള ലൈക്ക് നമ്പർ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.